ഫ്രണ്ട്സേ, അച്ചായൻ കണ്ണൂരാണ്. അച്ചായൻ കണ്ണൂർ എന്ന് പറയുമ്പോൾ തന്നെ പല വ്യക്തികളുടെ ഉള്ളിലുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പം അച്ചായൻ ഒരു ക്രിസ്ത്യാനി, അവനൊരു ക്രിസ്ത്യൻ നിയമപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി. ഞാൻ അങ്ങനെയല്ല കാണുന്നത്. മനുഷ്യരെ മൊത്തമായിട്ട് ഒന്നടങ്കം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ മതങ്ങൾ ഉണ്ടാക്കിയതാരാ? മനുഷ്യരാണ് മതങ്ങൾ ഉണ്ടാക്കിയത്. ഞാൻ ഫസ്റ്റ് വരുന്നത് ഞാൻ ടിക്ടോക്കിൽ കൂടിയാണ്. ടിക്ടോക്കിൽ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷിക്കാവുണ്ട്, കൽച്ചിറയുണ്ടിവിടെ. അതിനകത്ത് വന്ന പല മെസ്സേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് വന്നു, എടാ നീ ഒരു ക്രിസ്ത്യാനിയല്ലേ, നിനക്ക് ഈ പാട്ട് ചൊല്ലാനുള്ള അധികാരം എന്താണ്? നിനക്ക് ആരാ ഈ അധികാരം തന്നെ? അപ്പൊ ഞാൻ ആ ഒരു പോസ്റ്റ് എടുത്തിട്ട് ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തു കേട്ടോ. അത് നമ്മുടെ കേരളത്തിൽ, കാരണം നമ്മുടെ ഭാഷ മനസ്സിലാകുന്ന കേരളക്കാർ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഒന്നടങ്കം ആൾക്കാർ, അതിനകത്ത് ഏകദേശം 2 മില്യൺ ആൾക്കാർ ആ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടതിൽ ക്രിസ്ത്യനും മുസ്ലിമും അടക്കം എല്ലാ മനുഷ്യരും അതിനെ എതിർത്തു. അവന് ആ ഐ ഡി തന്നെ ക്ലോസ് ചെയ്തിട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായാണ്. മതങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യരാണ്. നമുക്ക് എല്ലാവർക്കും, മുസ്ലിമിനും ക്രിസ്ത്യനും ഹിന്ദുവിനും ഒക്കെ നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള അധികാരമുണ്ട് എല്ലാവർക്കും. ആരെയും വേർതിരിച്ച് കാണാനോ, ഇന്ന വ്യക്തികൾ ജീവിക്കുന്നത് ഇന്ന രീതിയിലാണ്. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പല തരമായിട്ടുള്ള ചുറ്റുപാടുകളും ബന്ധങ്ങളും ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഞാൻ പറയാമെങ്കിൽ, മുസ്ലിംസ് കുറച്ച് പേര് പർദ്ദ ധരിക്കുന്നവരുണ്ട്, പർദ്ദ ബുർക്ക ധരിച്ച് ജീവിക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രഡീഷണലായിട്ട് അവരുടെ മതങ്ങളെ ആചരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ അവർ. എന്നാൽ 90 വയസ്സുള്ള താത്തയും ബുർക്ക ധരിക്കുന്നുണ്ട്. അവരെ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആസ്വദിക്കാനാണോ? 90 വയസ്സുള്ള ഈ തള്ളയും ബുർക്ക ധരിക്കുന്നുണ്ട്, അവരെ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആസ്വദിക്കാനുണ്ടോ? ഇല്ല. നമ്മുടെ ക്രിസ്ത്യൻ മതത്തിലേക്ക് വരാമെങ്കിൽ കന്യാസ്ത്രീമാര് വസ്ത്രം ധരിക്കുന്നുണ്ട്. അവർ വസ്ത്രം ധരിച്ച് നല്ല മാന്യമായ രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ ട്രഡീഷനിൽപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യനെ നമ്മൾ കുറ്റം പറയാണ്. അവരവരുടേതായ രീതിയിൽ ജീവിക്കട്ടെ. കുറ്റം കാണാനാണെങ്കിൽ കുറ്റമില്ലാത്തവരാരുടെ ഉള്ളത്? സർവശക്തനായ കർത്താവ് വേശ്യയായ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയപ്പോ സർവശക്തനായ കർത്താവ് പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരോട് ഒത്തുകൂടി ഇപ്പൊ സർവശക്തനായ കർത്താവ് പറയുന്നത്, നിങ്ങളിൽ കുറ്റമില്ലാത്തവരെ ഈ പെണ്ണിനെ കല്ലെറിയാൻ പറയുന്നുണ്ട്. കല്ലെറിയാൻ ആരെങ്കിലും തയ്യാറായോ? അതിനകത്ത് ഒരു വ്യക്തി പോലും കല്ലെറിയാൻ തയ്യാറായിട്ടില്ല. കാരണം കുറ്റമില്ലാത്തവൻ ആരും അതിനകത്ത് ഇല്ലായിരുന്നു. സർവശക്തനായ കർത്താവിന്റെ കാഴ്ചപ്പാട് അതായിരുന്നു. അതാണ് നമ്മളും ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ ഓരോ മനുഷ്യനെ കുറ്റം വിധിക്കുമ്പം, നമ്മൾ പൂർണ്ണനാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പൂർണ്ണനല്ല. നമ്മൾ പൂർണ്ണനാണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു മനുഷ്യനെ കുറ്റം വിധിക്കാൻ പാടുള്ളൂ. നമ്മൾ പൂർണ്ണനല്ല. പൂർണ്ണനായ സർവശക്തനായ ദൈവം കർത്താവ് പോലും പൂർണ്ണനായിരുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, എന്നിലും കുറവുകളുണ്ടെന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ പറയുന്നുണ്ട്. ഓരോരുത്തരെയും കുറ്റം വിധിക്കുമ്പോൾ നമ്മൾ കാണാമല്ലോ, ഓരോ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറഞ്ഞ്, കുറവുകൾ പറഞ്ഞ്, ഇവരുടെയും കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ജൂത്ത്, അങ്ങനെ പലരുടെയും കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ഇഷ്ടങ്ങളാണ് അവർ ചെയ്യുന്നത്. 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിംസുകളുണ്ടാവും, അവരിൽ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളുണ്ടാവും. അതായത് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയിട്ട് കുർബാന അർപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരിൽ കുറ്റങ്ങളില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാ വെള്ളിയാഴ്ചകളിലും അല്ലെ തിങ്കളാഴ്ചകളിലും അമ്പലത്തിൽ പോയിട്ട് നിസ്കരിച്ച് പ്രസാദം വാങ്ങി കഴിക്കുന്നവർ, അവരിൽ കുറ്റമില്ലെന്ന് നമുക്ക് ആരോപിക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ കുറ്റമുണ്ടോ? എങ്കിലേ നിങ്ങൾക്ക് അവരെ വിധിക്കാനുള്ള ഗുരുവുള്ളൂ, എങ്കിലേ നിങ്ങൾക്ക് അവരെ വിധിക്കാനുള്ള അധികാരമുള്ളൂ. ആ അധികാരം സർവശക്തനായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് മാത്രം.
ഇതെല്ലാം എത്തിപ്പെടുന്നത് ഒരു വ്യക്തിയിലാണ്. ഒരു വ്യക്തിയിലാണ് ഇതെല്ലാം എത്തിപ്പെടുന്നത്. മതങ്ങള് നമ്മളെ പലതായിട്ട് വേർതിരിച്ചിട്ടുണ്ട്, പല ഭാഷകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒന്നാണ്. സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടി ജീവിക്കൂ എന്നൊരു വാക്ക് മാത്രമേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളൂ.